ഓഹോ അത് ശരി. ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ പിടികിട്ടിയത്. മതിയായില്ലേ? നിങ്ങൾ പരിചയക്കാരാണല്ലേ, ഫ്രണ്ട്സ്? അതിരിക്കട്ടെ, ഈ വെള്ളം പയ്യാത് ഈ വീട്ടിൽ അതിഥിയായിട്ട് താമസിക്കുന്ന ആളാ. അയ്യോ, നിങ്ങളും എങ്ങനെ പരിചയം? വിമാനത്തിൽ വെച്ചുള്ള പരിചയം. ബിസിനസ് യാത്രകൾ മാസത്തിൽ 28 ദിവസവും വിമാനത്തിലാണല്ലോ. എന്തൊരു എന്തൊരു ബിസിനസ്? ഞങ്ങൾ ബിസിനസ്സുകാരത്ത് ബിസിനസ് എന്താന്ന് ചോദിക്കരുത്. 100 കൂട്ടം ബിസിനസ് അല്ലയോ. പരിചയപ്പെട്ട ഈ സന്തോഷം. നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. അതിനെന്താ? ഞങ്ങളെ ഈ വീടുകൾ തമ്മിലേ ബന്ധമുള്ളൂ. പക്ഷെ വീട്ടുകാർ തമ്മിൽ നല്ല ശത്രുതയല്ല. ലാവന്റെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. എടേ കണ്ണാ, മോനെ നീ എങ്ങോട്ട് പോണത്? അവിടെ മാന്യന്മാർക്ക് കേറാൻ പറ്റിയ വീടല്ലടേ. നീ മാന്യനല്ലാത്തോണ്ടല്ലേ എന്റെ അതിര് കിടന്ന് ഇപ്പുറത്തോട്ട് വന്ന. അപ്പുറത്ത് പോടേ. ഇതെന്താ ഇന്ത്യയും പാകിസ്ഥാനും പോലെ അതിർത്തി വരെയൊക്കെ? ലവനെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ തന്നെ വന്നത്, അല്ലാതെ നിന്റെ പെമ്പറന്നോരെ കൂടെ പൊറുക്കാനല്ലടേ. അനാവശ്യം പറഞ്ഞ നിന്റെ പറങ്ങാണ്ടി മോന്ത അടിച്ച് പൊളിച്ചളെ. അറിയാം നിനക്ക്? ഓ, നീ മൊത്തമായി ശരി. അച്ചി എന്നെ പറ്റി പറഞ്ഞു നല്ല വർത്താനം വായിന്ന് കേൾക്കണ്ടെങ്കിൽ വീടിച്ചോണ്ട് പോടില്ല. തള്ള അണ്ടി കമ്പനി അണ്ടി പൊളിക്കാൻ വന്ന നിനക്ക് അത്തരം വർത്താനം വരുവടി. എടി മുറ്റ അടിക്കാൻ വന്ന നീ അടിച്ചെടുത്ത് മരപ്പെട്ടി മാക്കാനെ കൊണ്ടല്ലടി പോയത്. വിളിച്ചോണ്ട് പോടേ നിന്റെ പമ്പക്കാരെ. നീ ആണാണെങ്കിൽ നിന്റെ പെമ്പറന്നോരെ ആദ്യം കൊണ്ടുപോകണേ. ഞാനായതുകൊണ്ടാണ് ഇതുപോലൊരു പൈങ്കിളി കൊച്ചടിക്കൊണ്ടായത്. അയൽപക്കത്ത് നല്ല ആണുങ്ങളുണ്ടെങ്കിൽ പൈങ്കിലുണ്ടാവും. അങ്ങനെ ഉണ്ടായതാണ് നിന്റെ മോള്. ഇത്തരം മാറിയ ചെറ്റ വർത്താനം ചന്ത പോലും ഞാൻ കേട്ടിട്ടില്ല. ഇതിനേക്ക് അപേക്ഷിച്ച് കൂലീസ് എന്ത് ഡീസന്റ് ഇല്ലടേ. പിന്നല്ലാതെ എവിടുന്ന് കിട്ടിയടേ യവനെ? ഊരും പേരും അറിയാത്ത യവനെ മോളുടെ കൂടെ പൊറുപ്പിച്ചില്ലേ? ആര് പറഞ്ഞടാ അവന് ഊരും പേരും ഇല്ലെന്ന്? നിനക്കൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കോടീശ്വരനാണ് ഇവൻ. അറിയാം? അതിനേക്കാൾ വലിയ കോടീശ്വരനാണ് യവൻ. പച്ചവന്. നീ പോടാ മറച്ചവന്. ഇവൻ ആരാണെന്ന് എനിക്കറിയാം. ഇവനാണ് മാറ്റി. ഈ വീട്ടിൽ ഞാനൊരു ഗസ്റ്റായി താമസിച്ച കുറ്റത്തിനാണോ ഈ വഴക്ക്? എന്റെ ആത്മാർത്ഥ സുഹൃത്തുമായി ഈ വീട്ടിന്റെ മുറ്റത്ത് നിന്നും സംസാരിച്ചതിനാണോ ഈ വഴക്ക്? ഈ പാവം പെൺകുട്ടിയെയും എന്നെയും ചേർത്ത് എന്തെല്ലാം അപഖ്യാതികളാണ് നിങ്ങൾ പറഞ്ഞത്? ഞാൻ മൂലം ചീത്ത പേര് കേൾക്കേണ്ടി വന്നതിൽ കുട്ടിക്ക് വിഷമമുണ്ടോ? പ്രായശ്ചിത്തം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഈ നിൽക്കുന്ന കുബേരയുടെ മകൾ ലക്ഷ്മി കുബേരെ ഏറ്റവും അടുത്ത മുഹൂർത്തത്തിൽ ഞാൻ കല്യാണം കഴിച്ച് ഈ ചീത്ത പേര് മാറ്റും എന്ന് ഇതിനാൽ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. മോനെ കണ്ണ രക്ഷിക്കടേ, നീയും പ്രഖ്യാപിക്കടേ. ആഹാ, അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന പ്രഭാര പ്രഭുവിന്റെ മകൾ പാർവതി പ്രഭുവിനെ എന്റെ ആത്മസുഹൃത്തിന്റെ കല്യാണത്തിന്റെ അന്ന് ഞാൻ കല്യാണം കഴിക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊള്ളുന്നു. No one's called. No one sent a note. Okay, I don't understand why they're scared. പെട്ടെന്നുള്ള വാശിയിൽ കല്യാണം നിശ്ചയിച്ചെങ്കിലും നിന്റെ അച്ഛന്റെ കൂടെ വിവരം പറയേണ്ട മര്യാദകൾ നമുക്കില്ലേടെ? ഏയ്, അതിന്റെ ഒന്നും ആവശ്യമില്ല. അറിഞ്ഞാലും അച്ഛൻ സമ്മതിക്കില്ല. എങ്കിലും ഒന്ന് സൂയിപ്പിച്ചരേ. അത് വേണോ? ഹലോ ഹലോ, അച്ഛൻ ഞാൻ കണ്ണനാ. അച്ഛനോ? അച്ഛനാ? കേടിയ വള്ളി വാണിച്ചു. അച്ഛൻ നിശ്ചയിച്ചിരിക്കുന്ന പെണ്ണ് വലിയ കോടീശ്വരി ആയിരിക്കും. പക്ഷെ എനിക്ക് ആ കല്യാണം വേണ്ട. എനിക്ക് മറ്റൊരു പെൺകുട്ടി ഇഷ്ടമാണ്. അച്ഛനെ നടത്തി തരണം. നടക്കില്ലെന്നോ? എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഞാൻ സ്നേഹിച്ചു പോയി. കേട്ടിട്ടില്ലേ കുബേരയെ കുറിച്ച്? അദ്ദേഹത്തിന്റെ മകളാ. കേട്ടിട്ടില്ലെന്നോ? കേട്ടിട്ട് പോലും ഇല്ലെന്ന്. ഞാൻ വാക്ക് കൊടുത്തു പോയി. ഇനി പിന്മാറില്ല. എന്ത്? അച്ഛൻ ജീവിച്ചിരിക്കുമ്പോ നടക്കില്ലെന്നോ? അച്ഛന്റെ മോനാണ് ഞാനെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ ഞാൻ കേട്ടു. ഇത് സത്യം, സത്യം, അസത്യം. ആഹാ, എനിക്കുണ്ട് വാശി. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പെണ്ണിനെ കെട്ടു. അച്ഛന്റെ കാഴ്ചപ്പാടി നിങ്ങളൊക്കെ വേറും സാധാരണക്കാരാ. ചുരുങ്ങിയത് 50 കോടിയുടെ സ്വത്തെങ്കിലുള്ള പെണ്ണിനെ കൊണ്ട് എന്നെ കെട്ടിക്കൊള്ളുന്ന. അതില് കാര്യമില്ല. കെട്ടി കഴിഞ്ഞാ പിന്നെ അച്ഛൻ എന്തിനു ചെയ്യാൻ? അതെ. പെണ്ണ് ഗർഭിണിയോട് ആയി കഴിഞ്ഞാൽ പിന്നെ എന്തറിഞ്ഞാലും ഏതച്ഛനും സമ്മതിക്കും. അച്ഛനാണെ സമ്മതിക്കില്ലേ? പിന്നെ സമ്മതിച്ചില്ലേ പിന്നെ അച്ഛനല്ല, മൃഗമാണ്. എനിക്ക് സന്തോഷമായി. അച്ഛൻ മൃഗം എന്ന് പറഞ്ഞതിന് എന്തിനിത്ര സന്തോഷിക്കണത്? ലക്ഷ്മി, തൽക്കാലം ഈ കല്യാണം രഹസ്യമായിട്ടങ്ങ് നടത്തിയാലോ? അതെ, ഇത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. ഓ തന്നെ, നമുക്ക് റൈസ് കല്യാണം മതിയടേ. ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയി. കെട്ട് കഴിഞ്ഞാണ് മാല ഇടേണ്ടത്, അല്ലാതെ കെട്ടാൻ വരുമ്പോഴല്ല. എടേ കുമാര, നിന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ എന്റെ മോളുടെ കല്യാണം നടക്കണമെന്ന് ഈ വാശി ഉണ്ടായിരുന്നു. അത് നടന്നോടെ? നടന്നില്ലടേ.
1 മണിക്കൂറിന് മുമ്പ് അവർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ ശേഷമാണ് രജിസ്റ്ററിൽ ഒപ്പിടാൻ ഇങ്ങോട്ട് വന്നത്. മാറിയില്ലേ? തൊട്ട 7 ആറ്റി കുളിക്കണം. ഞാനേ 1 മിനിറ്റ് ഇപ്പൊ വരാം. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് എന്താ ഇവനെ കൊണ്ട് കെട്ടിയെടുത്തത്? അയാൾ വരണോന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ നീ കൊണ്ടുവരൂ. എനിക്ക് അതിന് ഇടി വെച്ചിട്ടുണ്ട്. മിടുക്കൻ. ഞാൻ പ്രതീക്ഷിച്ചതിൽ നേരത്തെ സംഗതി. കൺഗ്രാചുലേഷൻ. ഇതാ പറഞ്ഞു തുക. ഇനി പന്ത് എന്റെ കയ്യിലാ. എനിക്ക് ആ പ്രഭാര പ്രഭുവിനെ അടുത്തിരണം. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയണം, മാട്ടുപ്പള്ളി ചന്തയിലെ വെറും കൂലിയെ നിന്നെ കുറിച്ചും നിന്റെ കുടുംബമേ കുറിച്ചും. ഇപ്പൊ തന്നെ വേണം. അതാണ് എന്റെ പ്രതികാരം. ഇപ്പൊ തന്നെ. അയ്യോ, മണ്ടത്തരം കാണിക്കരുത്. ഇപ്പൊ പ്രതികാരം ചെയ്ത ഏക്കത്തില്ല. ആ പെണ്ണിന് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. ഈ കാര്യം ഇപ്പൊ തന്നെ അറിയിച്ച എന്നെ അടിച്ചോടിച്ച് പെണ്ണിനെ മറ്റൊരുത്തിനെ കെട്ടിച്ചു കൊടുക്കും. പിന്നെ എന്തോന്ന് പ്രതികാരം? അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കാത്തിരിക്കണം. കാത്തിരിക്കേ? ആ പെണ്ണിന് നീ തെളിച്ചു പറ. പെണ്ണ് കുറച്ച് പുളിയും മാങ്ങും തിന്നുന്നത് വരെ. എങ്ങനെ? ഒന്ന് പറഞ്ഞു മനസ്സിലാക്കി. ഞാൻ പറയാം. ഇവൻ പറഞ്ഞതിന് കാര്യണ്ട്. പെണ്ണ് ഗർഭിണി ആയ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ കൂലിയുടെ കൂടെ പുറത്തോളും. നിങ്ങൾക്ക് പ്രതികാരമായി പെണ്ണിന്റെ ശാപേക്കത്തുമില്ല. ഓക്കെ ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇടപാടുകളൊക്കെ തീർന്നല്ലേ? ഇനി ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് വേഗം പുറപ്പെടാൻ നോക്കുണ്ടി കിട്ടാ. എങ്ങോട്ട്? ചെറുക്കന്റെ വീട്ടിലോട്ട്. അതല്ലേ നാട്ടു നടപ്പ്. അയ്യോ, അത് നടക്കോ? നടക്കട്ടെ, കാറി പോയാ മതി. വാ വാ, നീ വാടേ മണ്ണുണ്ണി. അച്ഛാ, ഇന്ന് തന്നെ പോണോ? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? അതൊന്നും സാരമില്ലടേ. നിന്റെ അച്ഛൻ ഈ ബന്ധം അംഗീകരിക്കും. ഇതിപ്പോ ഒരു സന്ദർഭം വേറെ ഇല്ലടേ. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ കൈയും പിടിച്ച് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ തന്തയ്ക്ക് പറഞ്ഞ തന്തമാർക്കൊന്നും ആട്ടി പുറത്താക്കാൻ കഴിയില്ലടേ. നിങ്ങളെ കയറി ഒന്ന് ലോഹ്യമായി കഴിയുമ്പം ഞാൻ ഒന്ന് എത്തിക്കൊള്ളാം. മോളെ, നീ ആ വീട്ടിൽ ചെന്ന് കയറുമ്പം ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും വിട്ടുകൊടുക്കരുത്. എടേ, അവിടെ കിടന്ന് ക്വാന അടിക്കാതെ രാഹുകാലത്തിന് പുറപ്പെട്ടിട്ട് വരി. കല്യാണം കഴിഞ്ഞ് പെണ്ണിനെയും കൊണ്ട് ചെക്കന്റെ വീട്ടിലേക്ക് പോണമെന്ന് ആരുണ്ടാക്കിയ നിയമമാണ്? ഓ, നാണം കെട്ട ഒരു നാട്ടുകടപ്പ്. മോളെ പാർവതി, എന്റെ അച്ഛൻ എന്തായാലും ആ വീട്ടിലോട്ട് കയറ്റത്തില്ല. അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് നമുക്കൊരു ഊട്ടിയിലോ കൊടൈക്കനാലോ ടൂർ പോയാലോ? ശരിയാ, ആ തണുപ്പിൽ 1.5 മാസം കൊണ്ട് സംഭവം ശരിയാക്കാം. എന്ത് സംഭവം? ഈ വീട്ടിൽ കയറുന്ന സംഭവം. നമുക്ക് വേറെ എങ്ങോട്ടും പോകണ്ട. കണ്ണേട്ടന്റെ വീട്ടിലേക്ക് പോയാൽ മതി. തൽക്കാലം നമുക്ക് ഏതെങ്കിലും ഹോട്ടലിൽ റൂം എടുത്ത് താമസിക്കാം. എന്നിട്ട് സാവകാശം ഞാൻ ചെന്ന് എന്റെ അച്ഛന്റെ മനസ്സ് മാറ്റിയെടുക്കാം. അതുവരെ നിന്റെ അച്ഛനും വിവരം അറിയണ്ട. 1 മാസത്തേക്ക് തകർത്ത് ജീവിക്കാൻ വേണ്ട തുട്ട് കയ്യിലുണ്ടല്ലോ. വണ്ടി വിടാം ഏതെങ്കിലും AC റൂമിലോട്ട്. അല്ല, നമ്മൾ എങ്ങോട്ടേ പോണത്? ഞാനും അതാ ആലോചിക്കുന്നത്. നമുക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ? എനിക്ക് അച്ഛന്റെ മുമ്പിൽ ചെല്ലാൻ ഒരു പേടി. എന്തായാലും എല്ലാം ഒരിക്കലും അറിയും. എന്നാലത് ഇന്ന് തന്നെ ആയിക്കോട്ടെ. നമുക്ക് അച്ഛന്റെ അടുത്തേക്ക് തന്നെ പോവാം. അയ്യോ, വീട്ടിൽ പോകാൻ പറ്റില്ല. എന്റെ തല വിട്ടും. അതിന് തെറ്റ് ചെയ്തത് ഞങ്ങളല്ലേ? കൂട്ടി നിന്നത് ഞാനല്ലേ? ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. നീ വീട്ടിലോട്ട് വണ്ടി വിട്. രണ്ടിലൊന്നും അറിയണം. എന്തൊക്കെ പറഞ്ഞാലും ശരി, വീട്ടിൽ പോകാൻ പറ്റില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യാം. നീ വണ്ടി വിട്. എനിക്ക് പറ്റില്ല. ഡ്രൈവർ, ബാലേട്ടൻ പറയണത് കേട്ടാ മതി. വണ്ടി എടുക്കാൻ. നീ വണ്ടി ഇടറേ. എന്താ പരിപാടി? നീഞ്ഞൊന്ന് ഇത് പിടി. ഓ, ഞാൻ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു. വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നു. എന്നെ അവര് പിടിച്ചു പുറത്താക്കുന്നു. കല്യാണം കഴിച്ചുകൊണ്ടാണ് അവര് പുറത്താക്കുന്നതെന്ന് കാറിലിരിക്കുന്ന ലക്ഷ്മി മനസ്സിലാക്കുന്നു. മൊത്തത്തിലൊരു കളി, അത്രേ ഉള്ളൂ. ഇതൊക്കെ ശരിയാവോ? എനിക്ക് പേടിയാവോ? ഇതുമാതിരിയുള്ള ചുറ്റിക്കളിക്ക് നീ കുറച്ചുകൂടി തന്റെ ഇടം കാണിക്കണം. നീ കാറിലിരി, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. പെണ്ണ് പൂമാല. ദൈവമേ, കൊച്ചുമലയാളിയുടെ കല്യാണം കഴിഞ്ഞു. കൊച്ചുമല